കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന പാഠഭാഗത്തിലെ ടോട്ടൽ 8 ടോപ്പിക്കിലെ 4 ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോ കൃത്യമായി കണ്ട ആളുകൾ മാത്രം, കണ്ട് മനസ്സിലാക്കി പഠിച്ച ആളുകൾ മാത്രം പാർട്ട് 2 കടക്കാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ട് 2 നമ്മൾ ഇനി ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഏരിയയിലേക്കാണ് കിടക്കാൻ പോകുന്നത്, അഥവാ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം നിർത്തിയത് ഒരു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലത്തിലാണ്. ആ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൂടാതെയുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കിയ സാധനം ഒന്നുകൂടെ നമ്മൾ അയവിറക്കുകയാണ്. അതിൽ എന്താണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നെന്താ, ഒരു ക്യാഷ് ബുക്ക് മാത്രം പറഞ്ഞാൽ പോരാ, സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. രണ്ടാമത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പറഞ്ഞത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ചെറിയ ക്യാപിറ്റൽ ഫണ്ട്, സർപ്ലസ്, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടെ ബാലൻസ് ഷീറ്റും സിമിലർ ടു നോർമൽ ബാലൻസ് ഷീറ്റാണ്. ഇന്ന് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും സെപ്പറേറ്റ് ഹെഡ് ആയിട്ടാണ്. അതിൽ നിന്നും ചോദിച്ചാൽ ചില ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. അതിനു മുൻപേ ഈ പ്രോബ്ലം ചെയ്യാൻ ഇനി നമുക്ക് കുറച്ചുകൂടെ ബേസിക് നോളജ് ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരേ ഒരു ക്വസ്റ്റ്യനെ ചെയ്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യനിലെ ക്യാപിറ്റൽ ഫണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 20,000. ഓക്കെ, ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ക്യാപിറ്റൽ ഫണ്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് സർപ്ലസ് എന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ ഉണ്ടാക്കിയ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഡേറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് തന്ന ഡേറ്റ് 1/1/2019 ആണ്. സ്വാഭാവികമായി ക്യാപിറ്റൽ ഫണ്ടും ഏത് ഡേറ്റിലെ ആവും? 1/1/2019 നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ് ഏത് ഡേറ്റാണ്? 31st December 2019. ഓക്കെ അല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ്, നമ്മൾ ഉണ്ടാക്കിയ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നോർമലി നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റ്, അവിടെയുള്ള ആ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ അല്ലേ? ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എഴുതേണ്ടത്. ആ ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ വെൻ വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, നമുക്ക് എപ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 1 ബാലൻസ് ഷീറ്റ് മാത്രം ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ഫണ്ട് 20,000 ഉണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ ബാലൻസ് ഷീറ്റ് ഏത് ബാലൻസ് ഷീറ്റാണ്? ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ? നമുക്ക് ഡൗട്ടൊന്നുമില്ല, ഡേറ്റ് തന്നെ നോക്കിയാൽ മനസ്സിലാവും, 31st December 2019 ആണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഏത് ബാലൻസ് ഷീറ്റാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ ഫണ്ട് 20,000 എവിടുന്നാണ് കിട്ടിയത്? ഒരു ഡൗട്ടും വേണ്ട, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഫ്രം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ട്യൂട്ടോറിയൽ നോട്ട് നമ്പർ 1 പറയുന്നത് എന്താ? ഇഫ് ദ ക്യാപിറ്റൽ ഫണ്ട് ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് തന്നില്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അഥവാ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഒരു ക്വസ്റ്റ്യനിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്,
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ലയബിലിറ്റി സൈഡിൽ എഴുതി കാണിക്കണം. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ട. അഥവാ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കിട്ടുന്ന എവിടുന്ന? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് തന്നെങ്കിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അതാണ് ഇവിടെ പറയുന്ന ട്യൂട്ടോറിയൽ നോട്ട്. ഇഫ് ദ ക്യാപിറ്റൽ ഫണ്ട് ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക? ക്യാപിറ്റൽ ഫണ്ടായിട്ട് കിട്ടുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒന്നുകൂടെ ധാരണ വരാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് നവോദയ ക്ലബ് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആസ് ഓൺ 1/4/2019. ഈ ഡേറ്റ് തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/4/2019 എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ട്, അസറ്റാണ്. ക്യാഷ് ഉണ്ട്, അസറ്റാണ്. ഫർണിച്ചർ ഉണ്ട്, അസറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അസറ്റാണ്. അപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. ബാലൻസ് ഷീറ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം, 1/4/2019. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് അസറ്റ്സ്, ലാൻഡ് എഴുതി ഫസ്റ്റ് ഐറ്റം 10,000. ഓക്കെ, അടുത്ത ഐറ്റം ഫർണിച്ചറാണ് 20,000. അടുത്ത ഐറ്റം വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് 8,000. അടുത്ത ഐറ്റം വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റി ആണ് 6,000. ടോട്ടൽ നമ്മുടെ അസറ്റ് സൈഡിൽ ഇപ്പോൾ 44,000 ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബാലൻസ് ഫിഗർ എത്ര തന്നെ വരും? 44,000 തന്നെ വരും. ആ 44,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ചോദ്യം ഇതാണ്, എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണോ? വേണ്ട. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് അഥവാ ക്യാപിറ്റൽ ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റിസീപ്റ്റ്? പലപ്പോഴും കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ്. സത്യത്തിൽ ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. ആ എളുപ്പപ്പണി എല്ലായ്പ്പോഴും ആപ്റ്റ് ആവണമെന്നില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമുക്ക് ചില അസംഷനിലെത്താം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു അസറ്റ്. എപ്പോഴും അസറ്റ്, ചെറിയ മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസ്യൂം ആസ് അസറ്റ്. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി. അപ്പോൾ അസറ്റും അതുപോലെ തന്നെ ലയബിലിറ്റി. ക്യാപിറ്റൽ ഇൻ നാച്ചർ ഉള്ളത് ഏതായി? അസറ്റും അതുപോലെ തന്നെ ലയബിലിറ്റി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അസറ്റും, ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയായി. ഇവിടെ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഇപ്പം മിഷനറി മേടിച്ചു എന്നുള്ളത് എന്താണ്? അസറ്റാണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ലാൻഡ് പർച്ചേസ് ചെയ്തു, അതെന്താണ്? അസറ്റാണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ മിഷനറി പർച്ചേസ് ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. മിഷനറി വിറ്റു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കും. ക്യാപിറ്റൽ റിസീപ്റ്റിന് ഉദാഹരണങ്ങളാണ് ലയബിലിറ്റി, ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ലോൺ എടുത്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഇതൊക്കെയാണ് എന്ത്? ക്യാപിറ്റൽ റിസീപ്റ്റിന് ഉദാഹരണങ്ങൾ. കൺക്ലൂഡ് ചെയ്യും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ്. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്റ്റുമാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, സാലറി, റെന്റ്, കമ്മീഷൻ, ഇലക്ട്രിസിറ്റി, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോലെയുള്ള എക്സ്പെൻസുകളാണ് എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും? ഇൻകമോ. ഇൻകം ഏതൊക്കെ ആവാം? റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു അസംഷനിലെത്താം. അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എക്സ്പെൻസും റവന്യൂ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകവുമാണ്. ഓക്കെ, ഒന്നുകൂടെ
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ ഇൻ നാച്ചുറൽ അത് എവിടെ പോകുന്നതാണ്? ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. എക്സ്പെൻസും ഇൻകംസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പേരെന്താ? സ്റ്റേറ്റ്മെന്റ് അല്ല, അക്കൗണ്ടിന്റെ പേരെന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്കൊരു ചെറിയൊരു ടേബിൾ നോക്കാം, ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു അസറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. എക്സാമ്പിൾ പറയുന്നത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സെയിലാണ് കാണിക്കുക അല്ലേ? കാരണം ഫർണിച്ചർ പർച്ചേസ് ചെയ്ത ക്യാഷിന്റെ എന്താണ്? ഔട്ട്ഫ്ലോ ആണ്, പേയ്മെന്റ് ആണ്. സ്വാഭാവികമായിട്ടും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സെയിൽ കാണിക്കും. കൂടാതെ ഇത് കാണിക്കുന്ന മറ്റൊരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ, അതാണ് ഹെഡിങ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലോ ബാലൻസ് ഷീറ്റിലോ ആണ് കാണിക്കുക. ഓക്കെ, അടുത്ത ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ലയബിലിറ്റി ആണ്. ലോൺ ടേക്കൺ. ഓക്കെ, നമുക്ക് അറിയാം ലോൺ ടേക്കൺ ആണെങ്കിൽ നമ്മുടെ ക്യാഷിന്റെ എന്താണത്? റിസീപ്റ്റ് ആണ്. അപ്പോൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എവിടെ കാണിക്കും? റിസീപ്റ്റ് സെയിൽ കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ആണെങ്കിൽ പിന്നെ അത് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സെയിൽ കാണിക്കണം. ഓക്കെ, അതേപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. ഒരു എക്സാമ്പിൾ സാലറി പേയ്മെന്റ് നടത്തി. സാലറി പേയ്മെന്റ് നടത്തുമ്പോൾ പേയ്മെന്റ് ആണ്. ഓക്കെ, ക്യാഷിന്റെ പേയ്മെന്റ് ആയതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ വരുന്നു. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നു എക്സ്പെൻഡിച്ചർ സൈഡിൽ. ഓക്കെ, അതുപോലെ തന്നെ റവന്യൂ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം എന്ന് പറഞ്ഞു. റെന്റ് റിസീവ്ഡ് എക്സാമ്പിൾ പറയുന്നു, നിങ്ങൾക്കറിയാം അത് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റിസീപ്റ്റ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ടും കാണിക്കുന്നു. അപ്പോൾ ഈ ഭാഗം ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ച് ടേബിളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ലാസ്റ്റ് കുറച്ച് ട്യൂട്ടോറിയൽ നോട്ട് നോക്കാം. ഓരോ ടോപ്പിക് കഴിഞ്ഞാലുള്ള ട്യൂട്ടോറിയൽ നോട്ടാണ് ആ ടോപ്പിക്കിന്റെ ആകത്തുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണേ. വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഓർ റവന്യൂ നാച്ചർ, ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദി റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് whenever there is a cash inflow or cash outflow. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റിസീപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്റ്റും എല്ലാം നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ഈ എല്ലാ നാച്ചുറൽ ഐറ്റവും നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേയ്മെന്റോ അല്ലെങ്കിൽ റിസീപ്റ്റോ ആയിട്ട്. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷനാണ്, അവിടെ ക്യാഷിന്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഇപ്പൊ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണെങ്കിൽ നിങ്ങൾ എവിടെ കാണിക്കൂല? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കില്ല. ഓക്കെ, ക്യാഷിന്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ടാവണം. പോയിന്റ് നമ്പർ 2 പറയുന്നത് എന്താ? പോയിന്റ് നമ്പർ 2 പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റിസീപ്റ്റ് ആർ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ശരിയല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസീപ്റ്റ് നമ്മൾ എവിടെ കാണിച്ചിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ പറയുന്ന അടുത്ത പോയിന്റ് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്റ്റും നമ്മൾ എവിടെ കാണിച്ചിട്ടുള്ളത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ക്യാഷിന്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിർബന്ധമായും റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആ ഐറ്റം കാണിക്കണം. വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റിസീപ്റ്റ്. ഓക്കെ, അസറ്റുകളും ലയബിലിറ്റീസും നിങ്ങൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിലും. ഇൻകംസും എക്സ്പെൻസും നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കും. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ റിസീപ്റ്റ് ഈ ടോപ്പിക് കൂടെ കൺക്ലൂഡ് ചെയ്യാം വിത്ത് ഹെൽപ്പ് ഓഫ് എ കണക്ഷൻ. എന്താണ് ഈ കണക്ഷൻ? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, നിങ്ങൾക്കറിയാം. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കണക്ട് ചെയ്ത. ഒന്നുമില്ല, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ റിസീപ്റ്റ് സൈഡിൽ ഒന്നുകിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആവാം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ലോൺ. ഓക്കെ, രണ്ടാമത് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് അല്ലെങ്കിൽ അടുത്തത് റവന്യൂ റിസീപ്റ്റ് ആവാം. റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം. ഓക്കെ, എക്സാമ്പിൾ പറയുന്നുണ്ട് റെന്റ് റിസീവ്ഡ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇൻകം റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിൽ ഒന്നുകിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആവാം അല്ലെങ്കിൽ റവന്യൂ റിസീപ്റ്റ് ആവാം. അതുപോലെ തന്നെ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡിൽ
ഒന്നുകിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എക്സാമ്പിൾ ഫർണിച്ചറും, റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻസിന് നമ്മൾ ഉദാഹരണം സാലറിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് അങ്ങനെ വരച്ചു, സെറ്റായി. ഓക്കെ. അഥവാ കുറേ ഐറ്റം റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുണ്ട്. ആ റിസീപ്റ്റിൽ ചിലപ്പോൾ 10 ഐറ്റം ഉണ്ടെങ്കിൽ ആ 10 ഐറ്റത്തിൽ ഏത് ഐറ്റം എടുത്താലും ഒന്നുകിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആവും, അല്ലെങ്കിൽ റവന്യൂ റിസീപ്റ്റ് ആവും. അതേപോലെ തന്നെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ 10 ഐറ്റം ഉണ്ടെന്ന് കരുതുക. ഈ 10 ഐറ്റത്തിൽ ഏത് ഐറ്റം എടുത്താലും ഒന്നുകിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവും. ഓക്കെ. ഇനി നമ്മൾ താഴത്ത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു, ഫോർമാറ്റൊക്കെ കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ആദ്യം റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയ, ദാറ്റ് മീൻസ് ലയബിലിറ്റി, താഴെ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണോ ബാലൻസ് ഷീറ്റിലേക്കാണോ പോവുക? എവിടേക്കോ? ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ് പറയുന്നത്. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എക്സാമ്പിൾ ലോൺ ആണ്. ലയബിലിറ്റി എവിടെ പോവും? ബാലൻസ് ഷീറ്റിൽ പോവും. എന്താ ഡൗട്ട്? ഓക്കെ. അതേപോലെ തന്നെ റിസിപ്റ്റിലുള്ള അടുത്ത ഐറ്റാണ് എന്ത്? റവന്യൂ റിസീപ്റ്റ്. റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം കാണിക്കാനുള്ളതല്ലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് പോകും. റെന്റ് റിസീവ്ഡ്. അടുത്ത ഐറ്റമാണ് എന്ത്? പേയ്മെന്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫർണിച്ചർ. ഫർണിച്ചർ അസറ്റ് ആണ്, അത് എവിടേക്ക് പോകും? ബാലൻസ് ഷീറ്റിലേക്ക് പോകും. അടുത്ത ഐറ്റം ആണെന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ സാലറി. സാലറി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകും. അപ്പോൾ ഈ കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി നോട്ട് ചെയ്യുക. ഇത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നതിൽ. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചോദിക്കാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാവും ചോദ്യം? എങ്ങനെയാവും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. നിങ്ങളത് എഗ്രി ചെയ്യും? നിങ്ങളിപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കൂ, കണക്ഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കാണിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചറും കാണിക്കും. മക്കളെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? അസറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിക്കുമോ? ഇല്ല. ഓക്കെ. എന്തേ കാണിക്കുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയ എക്സ്പെൻസേ കാണിക്കുള്ളൂ. അപ്പം അത് മനസ്സിലാക്കണം നിങ്ങൾ. എന്നാൽ ഇങ്ങനെ ഒരു പോയിന്റ് പറയും, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എല്ലാം ഉണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ക്യാപിറ്റൽ റിസീപ്റ്റ് ഉണ്ടാവും, റവന്യൂ റിസീപ്റ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റിലെ ഏതും ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്. അപ്പോൾ ഈ കണക്ഷൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. നേരത്തെ നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള, അല്ലെങ്കിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞു. ഈ കണക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യാം. ആദ്യം സബ്സ്ക്രിപ്ഷൻ നോക്കാം. സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം, ഇവിടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റിസിപ്റ്റിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു ഇൻകമാണ്. സ്വാഭാവികമായിട്ടും അതെവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബൈ സബ്സ്ക്രിപ്ഷൻ 13,000. ക്ലിയർ? ഇൻകത്തെ വിളിക്കുന്ന നമ്മുടെ മറ്റൊരു പേരാണ് നമ്മൾ എന്താ പറഞ്ഞത്? റവന്യൂ റിസീപ്റ്റ്. ഓക്കെ. അപ്പോൾ റവന്യൂ റിസീപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. റവന്യൂ റിസീപ്റ്റ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആവാം. ഇവിടെ ഉള്ളത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം. സോറി. അതിൽ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഓൾസോ ഏതന്നെ? റവന്യൂ റിസീപ്റ്റ്. അതും നമ്മൾ പറഞ്ഞ പോലെ റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകമാണ്. അതെവിടെ പോകും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. ഇവിടെ ക്യാപിറ്റൽ റിസീപ്റ്റിന് എക്സാമ്പിൾ ഒന്നും ഇല്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യനിലില്ല, അതുകൊണ്ട് അതിനെ മെയിൻ ചെയ്യണ്ട. ഇനി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് എഴുതുമായിരുന്നു? ലയബിലിറ്റി സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതുമായിരുന്നു. ഓക്കെ. ഇനി നമുക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡിൽ പോവാം. ഫസ്റ്റ് വൺ ഏതാ? സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എവിടെ കൊണ്ടുപോയിട്ട് എഴുതും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു സാലറി 5,000. ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ എക്സ്പെൻസ് ആണ്. പക്ഷെ ഫർണിച്ചർ എന്നുള്ളത് എന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്. അതെവിടെ കൊണ്ടുപോയിട്ട് എഴുതി? അസറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതി 2,000. ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസിങ് ഫിഗർ ആണ്. അത് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റിൽ എവിടെ കൊണ്ടുപോയിട്ട് എഴുതും? അസറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതും 27,000. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു ചെറിയ കണക്ഷന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് മാത്രം.
പിന്നെ ഈ വിഷയം നമുക്കറിയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ബാലൻസ് ഫിഗർ സർപ്ലസ് ആവും. ആ സർപ്ലസ് കൊണ്ടുപോയിട്ട് എവിടെ ആഡ് ചെയ്യും? ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദാറ്റ്സ് ഓക്കെ. നമുക്ക് അടുത്ത സബ് ടോപ്പിക് ചർച്ച ചെയ്യാം. ഒന്നുമല്ല, ഇതുവരെ നമ്മൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ സെപ്പറേറ്റ് ഹെഡിങ് പഠിക്കുന്നതിന് മുൻപേ അത് ചെയ്യാൻ ആവശ്യമായ ചില പോയിന്റുകൾ പഠിച്ചു. ഈ പോയിന്റുകളൊക്കെ ഇനിയും നമ്മൾ വീണ്ടും വീണ്ടും പലയിടങ്ങളിലും ആവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു സെപ്പറേറ്റ് ഹെഡായിട്ടാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടോപ്പിക്കിൽ എ എന്നുള്ള സബ് ടോപ്പിക്കാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നമുക്കറിയാം, നമ്മൾ പലതവണ ആവർത്തിച്ചതാണ്. ഇത് സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. നിങ്ങൾക്ക് കാണാം, താഴെ ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഒരു 8ഓളം പോയിന്റുകളായിട്ട് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നവിടെ സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ ഒന്നുകൂടെ ആഴത്തിലുള്ളൊരു പഠനം നടത്തിയാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ക്യാഷ് ബുക്കിന്റെ പല ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ട്, ട്രിപ്പിൾ കോളം അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്കും പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ക്യാഷ് ബുക്കിന്റെ സമ്മറൈസ്ഡ് ഫോമാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? സിംഗിൾ കോളത്തിന്റെ ആണോ, ഡബിൾ കോളത്തിന്റെ ആണോ, ട്രിപ്പിൾ കോളത്തിന്റെ ആണോ, പെറ്റി ക്യാഷിന്റെ ആണോ? ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്താണ് സിംഗിൾ കോളം? ക്യാഷ് മാത്രം കാണിക്കുന്നതാണ് സിംഗിൾ കോളം. ഡബിൾ കോളം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഡബിൾ കോളത്തെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ക്യാഷ് പ്ലസ് ബാങ്ക്, അങ്ങനെ ഒരു ആംഗിളിൽ പറയുന്നുണ്ട് ഡബിൾ കോളം. മറ്റൊരു ആംഗിൾ കൂടെ ഉണ്ട്, ക്യാഷ് പ്ലസ് ഡിസ്കൗണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡബിൾ കോളം എന്ന് പറയുമ്പോൾ നോർമലി ക്യാഷ് ബുക്ക് പഠിച്ച കുട്ടികൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ബാങ്ക് ബാലൻസും ഒപ്പം തന്നെ ക്യാഷുമാണ്, അഥവാ ക്യാഷും ബാങ്കുമാണ്. എന്നാൽ അങ്ങനെയല്ല, മറ്റൊരു ആംഗിൾ കൂടെ അതിനുണ്ട്. അത് പറയുന്നത് ക്യാഷ് പ്ലസ് ഡിസ്കൗണ്ട് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ചർച്ച ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് ബാലൻസ് പ്ലസ് ബാങ്ക് ബാലൻസ്, അങ്ങനെ ഒരു ആംഗിളിലാണ് നമ്മുടെ ചർച്ച. ചുരുക്കി പറഞ്ഞാൽ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സമ്മറി ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റുകളായി നോക്കാം. ആദ്യം പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഫോർ എ സെർട്ടൈൻ പീരീഡ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ബാലൻസ്. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ പറഞ്ഞു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഡബിൾ കോളത്തിൽ ഏതൊക്കെ വരും? ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സും വരും, അതുപോലെ ഏതും വരും? ബാങ്കിന്റെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കണേ, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 2 ബാലൻസ് ബ്രോഡ് ഓൺ 20,000 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. ഇനി ഈ മറ്റൊരു ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കാണിക്കുമെന്ന് അറിയോ? 2 ബാലൻസ് ബ്രോഡ് ഓൺ എഴുതും. എന്നിട്ട് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് അതിന്റെ എമൗണ്ട്, പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് അതിന്റെ എമൗണ്ട്. ക്ലോസിംഗ് ബാലൻസ് കാണിക്കുമ്പോഴും ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് അതിന്റെ എമൗണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് അതിന്റെ എമൗണ്ട്. നത്തിങ് ഗ്രേറ്റ്. ഓക്കെ, ആദ്യം പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ശരിയല്ലേ? 2 ബാലൻസ് ബ്രോഡ് ഓൺ. അടുത്ത പോയിന്റ് പറയുന്നത് ഡെബിറ്റ് ഓൾ റിസീപ്റ്റ്സ്, അല്ലെ? ഇതൊക്കെ റിസീപ്റ്റ്സ് അല്ലേ? വെദർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഇൻ നാച്ചർ. ഫോർ എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ, അതെന്താണ്? റവന്യൂ നാച്ചർ ആണ്. ഓക്കെ, സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, അതേതാണ്? ക്യാപിറ്റൽ ഇൻ നാച്ചർ ആണ്. ഓക്കെ, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ക്ലിയർ? യെസ്. അടുത്ത് ക്രെഡിറ്റ് ഓൾ പേയ്മെന്റ് വെദർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നാച്ചർ. സാലറി ഏതാ?
റവന്യൂ നാച്ചറാണ്. ന്യൂസ് പേപ്പർ റവന്യൂ നാച്ചറാണ്. ഫർണിച്ചർ ഏതാ? ക്യാപിറ്റൽ ഇൻ നാച്ചറാണ്. ഓക്കെ. വിൽ നോട്ട് റെക്കോർഡ് നോൺ ക്യാഷ് ഐറ്റം. ഡിപ്രീസിയേഷൻ, നിങ്ങൾക്ക് അറിയാം ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി, ഡിപ്രീസിയേഷൻ അക്കൗണ്ടബിൾ ടു ഫർണിച്ചർ. ഈ ഒരു ജേണൽ എൻട്രിയിൽ നമുക്ക് എവിടെയും ക്യാഷിന്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ കാണാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യില്ല, അത് ക്യാഷ് ബുക്കിൽ എഴുതില്ല. നമ്മൾ പറഞ്ഞല്ലോ ക്യാഷിന്റെ റിസീപ്റ്റോ പേയ്മെന്റോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എവിടെ കാണിക്കൂ, ക്യാഷ് ബുക്കിൽ, സോറി റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കാണിക്കും. ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഇവിടെ എന്താ കം ചെയ്യുന്നത്? ക്യാഷ്. ക്യാഷ് കം ആണെങ്കിൽ അതെവിടെയാ? റിസീപ്റ്റില്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഏതാ? ക്യാഷ്. ക്യാഷ് പോവുകയാണെങ്കിൽ എന്താ? പേയ്മെന്റ്. ദാറ്റ്സ് ഓൾ. അടുത്ത പോയിന്റ്, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, ക്യാഷ് ബേസിസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാനുള്ളത് ഇവിടെ കാണിക്കില്ല, കൊടുത്തതേ കാണിക്കൂ. കിട്ടാനുള്ളത് ഇവിടെ കാണിക്കില്ല, കിട്ടിയതേ കാണിക്കൂ. അടുത്ത പോയിന്റ്, ഇറ്റ് എൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ബൈ ബാലൻസ്, ക്യാരി ഡൗൺ. ക്യാരി ഡൗൺ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളത് ഫില്ല് ചെയ്യണം. ക്യാരി ഡൗൺ. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടും വെവ്വേറെ ഇല്ല, ക്യാഷ് ഇൻ ഹാൻഡ് മാത്രം ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓപ്പൺ ചെയ്യുമ്പോൾ ടു ബാലൻസ് ബ്രോഡോണും ബൈ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ടു ബാലൻസ് ബ്രോഡോൺ എഴുതി അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നും ക്യാഷ് അറ്റ് ബാങ്ക് എന്നും സെപ്പറേറ്റ് എഴുതണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും സെപ്പറേറ്റ് എഴുതണം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ചെറിയ രീതിയിൽ പ്രോബ്ലം ചെയ്തതാണ്. പക്ഷെ ഒന്നുകൂടെ കൂടുതൽ ഐറ്റംസ് നമുക്ക് ഇവിടെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങളത് പോസൊക്കെ ചെയ്ത് നന്നായി വൃത്തിയിൽ എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഇതിലെ ചില ഐറ്റംസ് നമുക്ക് പ്രോബ്ലത്തിൽ ഓരോന്ന് വരുമ്പോൾ അതത് സമയം പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നമ്മുടെ 8ാമത്തെ ടോപ്പിക്കിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്കിലും ഒന്ന് രണ്ട് ടിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. റിസീപ്റ്റ്, ഈ റിസീപ്റ്റ് സൈഡിൽ നമുക്ക് തന്ന 2222 എന്ന് പറഞ്ഞു തന്ന ഒരുപാട് ഐറ്റം ഉണ്ട്. ഈ ഐറ്റം ഒന്നുകിൽ ഇൻകം ആവാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റവന്യൂ റിസീപ്റ്റ്. അല്ലെങ്കിൽ റിസീപ്റ്റിലുള്ളത് ലയബിലിറ്റീസ് ആവാം, അതിന് നമ്മൾ വിളിക്കുന്നതാണിത് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. സബ്സ്ക്രിപ്ഷൻ, ഇതൊരു ഇൻകം ആണ്. എൻട്രൻസ് ഫീസ്, ഇതൊരു ഇൻകം ആവാം അല്ലെങ്കിൽ ലയബിലിറ്റി ആവാം. ആ ചർച്ചകളൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, അതൊരു ലയബിലിറ്റി ആണ്. അതുപോലെ ഗ്രാൻഡ് ഫ്രം ഗവൺമെന്റ്, അതൊരു ഇൻകം ആവാം ലയബിലിറ്റി ആവാം. ഡിവിഡൻഡ് റിസീവ്ഡ്, അതൊരു ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അങ്ങനെ എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. പേയ്മെന്റ് സൈഡിലും ഇതുപോലെ ഒന്നുകിൽ എക്സ്പെൻസ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അസറ്റ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സാലറി ആൻഡ് വേജസ് ഏതാ? എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻഷുറൻസ് ഏതാ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഫർണിച്ചർ ഏതാ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇതിലെ ഇൻകംസും അതുപോലെ തന്നെ എക്സ്പെൻസും എവിടെ പോവും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോവും. ലയബിലിറ്റീസും അതുപോലെ തന്നെ അസറ്റും എവിടെ പോവും? ബാലൻസ് ഷീറ്റിൽ പോവും. ദാറ്റ്സ് ഓക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മുടെ, നോട്ട് ചെയ്താൽ മതി. ഡെമോൺസ്ട്രേഷൻ എന്ന ഒരു കാറ്റഗറിയാണ് പ്രിപ്പറേഷൻ ഓഫ് സിമ്പിൾ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് 1, റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഓക്കെ, അങ്ങനെ പോയി ഡേറ്റ് നോക്കിക്കോളൂ. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്, ദ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നല്ല പറഞ്ഞല്ലോ കേട്ടോ. താഴെ കാണുന്നതാണ് KFA എന്നുള്ള ക്ലബിന്റെ 31 മാർച്ച് 2017 വരെയുള്ള റിസീപ്റ്റുകളും പേയ്മെന്റുകളും. ഓക്കെ, റിസീപ്റ്റ് ഹിയർ മീൻസ് ക്യാഷിന്റെ റിസീപ്റ്റ്, പേയ്മെന്റ് ഹിയർ മീൻസ് ക്യാഷിന്റെ പേയ്മെന്റ്. ക്യാഷിന്റെ ആവാം അല്ലെങ്കിൽ ബാങ്കിന്റെ ആവാം.
ഓക്കെ. വേർ ബാങ്ക് ചാർജ്. അപ്പോൾ നിങ്ങളൊന്ന് ലോജിക്ക് അപ്ലൈ ചെയ്യണേ മക്കളെ. ഒരു ബിസിനസ് ബാങ്ക് ചാർജ് കൊടുക്കുകയാണല്ലോ ചെയ്യുക അല്ലേ? അപ്പോൾ ക്യാഷിൻ്റെ എന്താ? പേയ്മെൻ്റ് ആണ്. ജനറൽ എക്സ്പെൻസ് എന്താ? ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ്. എൻട്രൻസ് ഫീസ് ക്യാഷിൻ്റെ റിസീപ്റ്റ് ആണ്. ഡൊണേഷൻ ഫോർ ക്ലബ് പാവിലിയോൺ നമുക്ക് ഡൊണേഷൻ കിട്ടുന്നതാണ്. അതെന്താ? ക്യാഷിൻ്റെ റിസീപ്റ്റ് ആണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് ദ പാവിലിയോൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അതെന്താ? ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ്. ടാക്സ് പേയ്മെൻ്റ് ആണ്. സാലറി പേയ്മെൻ്റ് ആണ്. മെമ്പർഷിപ്പ് ഫീസ് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അത് ഇൻകം ആണ്. ദാറ്റ് മീൻസ് റിസീപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീപ്റ്റ് ആണ്. ഇൻഷുറൻസ് പേയ്മെൻ്റ് ആണ്. റെന്റ് റിസീവ്ഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഡൗട്ട് ഇല്ല, അതെന്താണ്? റിസീപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. പിന്നെ ഇവിടെ 1 April 2016 ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്നതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഇനി നമ്മൾ കാണുന്നത് ഏതാണ്? ക്ലോസിംഗ് ആണ്. പക്ഷെ കാണുന്നതിൽ നമ്മൾ ഏത് മാത്രം കണ്ടാൽ മതി? ക്യാഷ് മാത്രം കണ്ടാൽ മതി. ബാങ്ക് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ബാങ്കിന്റെ ബാലൻസ് കാണാൻ സിമ്പിളായിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതിയാവും, അതുകൊണ്ടൊക്കെ ആവാം അങ്ങനെ തരുന്നത്. എനിവേ നമ്മുടെ ഇത് പറഞ്ഞുള്ള യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പൊ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചെടുത്തു. സ്റ്റെപ്പ് 1. ഓക്കെ. സ്റ്റെപ്പ് 2 എന്താ? സ്റ്റെപ്പ് 2 ഡ്രോ എ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് പോകണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ഹൈലി ഫോക്കസ്ഡ് ആവണം. നോക്കൂ, നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ വരയ്ക്കുന്നു. ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും എഴുതാൻ മറക്കരുത്. ഞാനിതിൽ എഴുതാൻ മറന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇയർ എൻഡിങ് നമുക്ക് പ്രത്യേകം നോക്കണം. ഈ ഇയർ എൻഡിങ് ആണ് പറയുന്നത്. ഓക്കെ. റിസീപ്റ്റ് പേയ്മെന്റ് ഒക്കെ എഴുതി. ഇനി നമ്മൾ ഓരോ ഐറ്റം. അപ്പോൾ സ്റ്റെപ്പ് ഏത് കഴിഞ്ഞു? 1 കഴിഞ്ഞു. എന്തായിരുന്നു? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സ്റ്റെപ്പ് 2 എന്താ? ഡ്രോ ദ ഫോർമാറ്റ്. സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യലാണ്. അങ്ങനെ പറഞ്ഞാൽ ഇത് ഈ ഓപ്പണിംഗ് ബാലൻസുകളില്ലേ, ക്യാഷിന്റെയും ബാങ്കിന്റെയും, അത് അവിടെ എഴുതലാണ്. ടു ബാലൻസ് ബ്രോഡ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഏതൊക്കെയുണ്ട്? ക്യാഷ് ഉണ്ട്. അപ്പൊ ക്യാഷ് 2000. പിന്നെ ഇതുണ്ട് ബാങ്ക് ഉണ്ട് 2800, അത് എഴുതുന്നു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ 4800 കിട്ടുന്നു. അപ്പൊ സ്റ്റെപ്പ് 3 ഈസ് ഓവർ. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ഡ്രോ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? ബ്രോഡ് ഔട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ. അടുത്ത പറയുന്നത് സ്റ്റെപ്പ് 4 ആണ്. നമ്മുടെ എല്ലാ റിസിപ്റ്റുകളും പേയ്മെന്റുകളും പോസ്റ്റ് ചെയ്യാം. അഥവാ പോസ്റ്റിംഗ് ദ ഓൾ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ ടു എവിടേക്കാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് എടുക്കാവേ. ഫസ്റ്റ് വൺ ഏതാ? ബാങ്ക് ചാർജ്. നമുക്കറിയാം ബാങ്ക് ചാർജ് എന്താണ്? പേയ്മെന്റ് ആണ് 200. ഇനി ഞാൻ അധികം പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജനറൽ എക്സ്പെൻസ് 1000. എൻട്രൻസ് ഫീസ് എന്താണ്? റിസീപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡൊണേഷൻ ഫോർ ക്ലബ് പാവിലിയൻ. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ക്ലബൊന്നും ഇവിടുന്ന് അങ്ങോട്ട് ഡൊണേഷൻ കൊടുക്കൂലല്ലോ, അവർക്ക് കിട്ടലല്ല ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ 2 ഡൊണേഷൻ. അതുപോലെ തന്നെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 800 പേയ്മെന്റ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് പാവിലിയൻ എന്താണ്? പേയ്മെന്റ് ആണ്. ടാക്സ് കൊടുത്താൽ പേയ്മെന്റ് ആണ്. സാലറി പേയ്മെന്റ് ആണ്. മെമ്പർഷിപ്പ് ഫീസ് റിസീപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ 3500 ഓൾസോ റിസീപ്റ്റ്. ഇൻഷുറൻസ് പേയ്മെന്റ് ആണ്. അതുപോലെ റെന്റ് റിസീവ്ഡ് എന്താണ്? റിസീപ്റ്റ് ആണ്. ഓക്കെ. ഇനി ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു? സ്റ്റെപ്പ് 1 എന്തായിരുന്നു നോക്കലേ? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ഡ്രോ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുക. അതെ ഇവിടെ ഈ ഭാഗത്ത് ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? മുകളിൽ പറഞ്ഞ റിസീപ്റ്റ്സുകളും പേയ്മെന്റുകളും അതത് സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 5, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് ദാറ്റ് ബാലൻസ് ദ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് എന്തോ ഒരു ഭയങ്കരമായ സാധനം എന്നൊന്നും മനസ്സിലാക്കണ്ട. ഇത് വളരെ ഈസിയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് 4800 ആയിരുന്നില്ലേ ക്യാഷിന്റെ? അതിൽ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ടുകൾ ഇത്രയാണ് ക്യാഷിന്റെ. അഥവാ ഡേറ്റ് പറയുന്നത് 1 April 2016 നിങ്ങളുടെ കയ്യിലെ പൈസ 2000ഉം ബാങ്കിൽ അക്കൗണ്ടിൽ 2800 ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4800 ആയിരുന്നു. ആ 4800ന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വന്ന എമൗണ്ട് ഉണ്ടാവും. ഓക്കെ.
അതിന് മുൻപ് നമുക്ക് ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യനില് ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏതിൻ്റെയാണ് കണ്ടെത്തേണ്ടത്? ക്യാഷിൻ്റെയാണ്. ബാങ്കിൻ്റെ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ നമ്മൾ എഴുതുന്നു. ഓക്കെ, 1500 ക്ലിയർ, ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ എത്ര വന്നു? 26,800. ആ 26,800 സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നു. അതിൽ നിന്നും ഈ പറയുന്ന എല്ലാ എമൗണ്ടുകളും പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും പേയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ എമൗണ്ടും ലെസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ബാലൻസിങ് ഫിഗർ, അഥവാ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കിൽ റിവൈൻഡ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായി കേട്ട് വൃത്തിയിൽ ഒരു പോയിന്റ് പോലും വിടാതെ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ചെയ്യുക. ഇത് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ക്ലാസ് പോസ് ചെയ്തിട്ട് പിന്നെയും എന്ത് ചെയ്യുക, 1-2 തവണ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുക. ഓക്കെ, അടുത്തതായി നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഹോംവർക്കൊക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ് അല്ലേ? ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന പല പേരുകളിൽ ഒരു പേരാണ് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. നിങ്ങളുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് താഴെ തന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത് ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. തൊട്ട് മുൻപ് നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ഫോർമാറ്റ് പോലെ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ അതിൻ്റെ ഫോർമാറ്റൊക്കെ മനോഹരമായി വരച്ച് റിസീപ്റ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് ക്യാഷ് ഇൻ ഹാൻഡ് 5,000 ക്യാഷ് അറ്റ് ബാങ്ക് 2,000 എഴുതി വെക്കും. ഓക്കെ, ഇനി താഴെ ഇത്രയും ഐറ്റം വരുന്നുണ്ട്. ഈ ഐറ്റം റിസിപ്റ്റ് ആണെങ്കിൽ റിസിപ്റ്റ് സൈഡിലും പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഡൊണേഷൻ റിസിപ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് റിസിപ്റ്റ് ആണ്, റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡൗട്ടൊന്നും വേണ്ട. പെയ്ഡ് ഇൻഷുറൻസ് പേയ്മെൻ്റ് ആണ്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ പേയ്മെൻ്റ് ആണ്, പോസ്റ്റേജ് പേയ്മെൻ്റ് ആണ്, പർച്ചേസ് ഓഫ് മെഡിസിൻ പേയ്മെൻ്റ് ആണ്, എൻട്രൻസ് ഫീ പേയ്മെൻ്റ് ആണ്, എൻട്രൻസ് ഫീസ് റിസിപ്റ്റ് ആണ്, എൻഡോമെൻറ്റ് ഫണ്ട് റിസിപ്റ്റ് ആണ്, സബ്സ്ക്രിപ്ഷൻ എന്താണ്, റിസിപ്റ്റ് ആണ്. അതുപോലെ തന്നെ റെൻറ്റ് ഫ്രം ഓഡിറ്റോറിയം റിസിപ്റ്റ് ആണ്, പെയ്ഡ് സാലറി പേയ്മെൻ്റ് ആണ്, ഹോണറേറിയം ടു സെക്രട്ടറി പേയ്മെൻ്റ് ആണ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ പേയ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിൽ എൻട്രൻസ് ഫീസ് നിങ്ങൾക്കറിയാം ഓൾറെഡി. പിന്നെ ഓഡിറ്റോറിയം ചിലപ്പോൾ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ അണ്ടറിൽ എന്തുണ്ടാവും, ചെറിയ ചെറിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാവും. അത് റെൻറ്റിന് കൊടുത്താൽ റെൻറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഹോണറേറിയം ടു സെക്രട്ടറി, ഈ സെക്രട്ടറിയെ ഒക്കെ നമ്മൾ വല്ല പരിപാടിക്കൊക്കെ ക്ഷണിച്ച് വല്ല സ്പീച്ചൊക്കെ നടത്തിയാൽ അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം എന്നാണ് അതിൻ്റെ മീൻ. പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ആണ്, വേറെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോണൊക്കെ കൊടുത്തു, അതാണ് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ റിസിപ്റ്റിലും പേയ്മെൻറ്റിലും എഴുതിയതിന് ശേഷം നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന ബാലൻസിങ് ഫിഗർ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് തന്നിരുന്നു, നമുക്കറിയേണ്ടത് ഏതായിരുന്നു, ബാങ്കിൻ്റെ ബാലൻസ് തന്നിരുന്നു, നമുക്കറിയേണ്ടത് ഏതായിരുന്നു, ക്യാഷിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഫിഗർ എന്തായിട്ട് വന്നു നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കണ്ടോ, ബാങ്കിൻ്റെ ബാലൻസ് 1,500 ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അപ്പോൾ നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്തായിട്ട് വന്നു, ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വന്നു. പക്ഷെ ഇവിടെ ഇതേപോലെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ ക്ലോസിംഗ് ബാലൻസ് 1,500 തന്ന പോലെ ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ബൈ ബാലൻസ് ക്യാരിഡ് ഒന്ന് എഴുതാം. എന്നിട്ട് ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, രണ്ടും കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ബൈ ബാലൻസ് ക്യാരിഡ് ഒന്ന് എഴുതി ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതിയിട്ട് ആ ബാലൻസ് ഫിഗർ നമ്മൾ എഴുതും. അപ്പോൾ ക്വസ്റ്റ്യൻ തരും. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാസ്റ്റ് എക്സാമിനേഷൻ പ്രോബ്ലം എന്നാണ് PEP കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത് 2013 മാർച്ചിൽ ഒരു മാർക്കിന് വെച്ചൊരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വലന്റ് ടു സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്? ആൻസർ ഏതാ? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ,
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ വളരെ സമയമെടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ ചെയ്തുള്ള ഓക്കെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്താ, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരച്ചു. ഓക്കെ. സ്റ്റെപ്പ് 3 എന്താ, ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും എമൗണ്ട് ഈ രണ്ടും ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി. ഓക്കെ. ഇനി സ്റ്റെപ്പ് 3 ഏതാ പറയുന്നത്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റിസിപ്റ്റിലും പേയ്മെന്റിലും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 4 അപ്പോൾ പോസ്റ്റ് ചെയ്യാണ്. ഒരു ഐറ്റം 1 by 1 ആയി നോക്കും. സബ്സ്ക്രിപ്ഷൻ. ഓക്കെ. സബ്സ്ക്രിപ്ഷൻ റിസിപ്റ്റിലാണ് എഴുതേണ്ടത്, എഴുതിയിട്ടുണ്ട് 4300. റെന്റ് ഫ്രം ക്ലബ് ഹാള് 500 എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഹോണറേറിയം ടു സെക്രട്ടറി 1200 എക്സ്പെൻസ് ആണ്. ഹോണറേറിയം എന്ന് പറയുമ്പോൾ സെക്രട്ടറി ഒക്കെ വല്ല പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാരിതോഷികം കൊടുക്കുക. ദാറ്റ് മീൻസ് പൈസ. ഇപ്പോൾ ഒരാൾ വരുമ്പോൾ, ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ, നമ്മൾ പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ നിശ്ചിത എമൗണ്ട് പറയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിങ്സ് ആയിട്ടോ കൊടുക്കുന്നതാണ്. പെറ്റി ക്യാഷ് എക്സ്പെൻസ്. ഓക്കെ. അപ്പോൾ എക്സ്പെൻസുകൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പേയ്മെൻ്റ് ആണ്. സാലറി പേയ്മെൻ്റ് ആണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഐറ്റം പേയ്മെൻ്റ് ആണ്. ബാങ്ക് ബാലൻസ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ബാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതാണ്, ക്യാഷാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്നു, ടോട്ടൽ എഴുതുന്നു, ടോട്ടൽ റിസീപ്റ്റ് എമൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ 11,040 കിട്ടുന്നു. ആ സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഇവിടെയും കൊണ്ടായിട്ട് എഴുതുന്നു. ഇനി ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് വരിക. ബാലൻസിങ് ഫിഗർ എന്നൊക്കെ പ്രത്യേകം എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഒരു 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. നോക്കൂട്ടോ, സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയത് 4300 ആണ്. 300 റിലേറ്റഡ് ടു 2010, 400 റിലേറ്റഡ് ടു 2012. അത് മെമ്പേഴ്സ് മാസാമാസം കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണെന്ന് കരുതാം. മാസത്തിലോ ഒരു റെക്കർ ചെയ്ത് വരുന്ന എമൗണ്ട് ആണ് എന്തായാലും സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ ആവാം. ഈ മാസത്തിലോ ആഴ്ചയിലോ കൊടുക്കുന്ന പൈസ ചില ആളുകൾ അരിയർ വരത്തില്ലേ. അപ്പൊ 2000 ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മൾ ഡേറ്റ് 31 ഡിസംബർ 2011 ആണ്. നമ്മുടെ ഇയർ ഏതാ, 2011ലാണ്. 11 നമുക്ക് കിട്ടിയ എമൗണ്ട് 4300 ആണ്. ആ കിട്ടിയതിൽ 300 രൂപ 2010 തരാനുള്ള ഒരാള്. ഇപ്പൊ രാജ് എന്നുള്ള ആള് 2010 പൈസ 300 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുത്തില്ല. പല കാരണങ്ങളെ കൊണ്ട് അയാൾ ഗൾഫിൽ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. ഓക്കെ. അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, 300 കൊടുത്തില്ല. അയാൾക്ക് പൈസ വന്നത് 2011ലാണ്. അപ്പൊ അയാൾ 2011 പൈസയും കൂടെ 2010 അയാൾ കൊടുക്കാതെ എമൗണ്ട് ഒക്കെ ഇവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ 400 രൂപ 2012ലാണ്. ഒരാൾ നല്ല പൈസ ഉള്ള ഒരാളാണ്. ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ക്ലബാണ്. ക്ലബിന് ഇപ്പോൾ കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഒരു എക്സ്ട്രാ ഒരു 400 രൂപ എന്ത് ചെയ്തു, അടുത്ത വർഷത്തേക്കുള്ള 2012 അയാൾ തരേണ്ട വരിസംഖ്യയുടെ എമൗണ്ട് ഇപ്പൊ തന്നെ തന്നു. ദാറ്റ്സ് ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏതാണ്, ക്യാഷിന്റെ റിസീപ്റ്റ് ഉണ്ടോ. യെസ്, ക്യാഷിന്റെ റിസീപ്റ്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് 4300 ആണ്. അത് നമ്മളിവിടെ എഴുതണം. അതേപോലെ തന്നെ ക്യാഷിന്റെ പേയ്മെന്റ് ഉണ്ടോ, ഉണ്ട്. എത്രയാണ് ക്യാഷിന്റെ പേയ്മെന്റ് വരുന്നത്, 1250. അതിൽ 300 രൂപ ഏത് വർഷത്തെയാണ്, കഴിഞ്ഞ കൊല്ലത്തെയാണ്. അഥവാ നമ്മുടെ എംപ്ലോയിക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് 2010 സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ല. എത്ര എമൗണ്ട്, 350 രൂപ. ആ എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എവിടെ സാലറി കൊടുക്കുന്നത്, 2011 കൊടുക്കുന്നത്. നമ്മൾ ഏത് എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, ഈ 1250 ആണ്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഏത് ബേസ് ആണ്, ക്യാഷ് ബേസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പെപ്പ് 3 എന്ന് പറയുന്നത്. പെപ്പ് 3 എന്താ പറയുന്നത് നോക്കാം. റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കണ്ടെയ്നിങ് ഡാഷ് ഐറ്റം. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റവന്യൂ റിസിപ്റ്റും റവന്യൂ പേയ്മെന്റും മാത്രമേ വരുള്ളൂ. എ ആണ് പറയുന്നത്. ബി പറയുന്നത് ക്യാപിറ്റൽ ഇൻ നാച്ചുറൽ മാത്രമേ വരുള്ളൂ. ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നാച്ചുറൽ. ഡി നൺ ഓഫ് ദീസ്. ഏതാവും, എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. ഏതാണ് ആൻസർ വരിക, ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് നമുക്കൊരു പ്രൂഫ് നോക്കാം. ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസീപ്റ്റ് സൈഡിൽ 2 ക്യാപിറ്റൽ റിസീപ്റ്റ്. അപ്പോൾ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അടിയിൽ അടുത്തായിട്ട് ഏതാണ്, റവന്യൂ റിസീപ്റ്റ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓൾറെഡി ചർച്ച ചെയ്തതുകൊണ്ട് സ്പീഡിൽ പോകുന്നു. ഓക്കെ. ഇതാണ്
ആൻസർ വരിക. ക്യാപിറ്റലും വരും, റവന്യൂ വരും. ഓക്കെ, സാന്ദർഭികമായി പറയട്ടെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതേ വരുള്ളൂ? റവന്യൂ നാച്ചർ മാത്രമേ വരുള്ളൂ. ബാലൻസ് ഷീറ്റിൽ ഏതേ വരുള്ളൂ? ക്യാപിറ്റൽ നാച്ചർ മാത്രമേ വരുള്ളൂ. ഓക്കെ, PP4 2011 4 മാർക്കിന് 2011 1 മാർക്കിന് ചോദിച്ചാണ് മാർച്ചിൽ. The cash payment of non-profit organization are recorded in the non-profit organizationന്റെ ക്യാഷ് പേയ്മെന്റ് എവിടെ റെക്കോർഡ് ചെയ്യും? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് എന്ത് നമ്മൾ എഴുതേണ്ടത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏതും പ്രിപ്പയർ ചെയ്യും, ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പോൾ സ്യൂട്ടബിൾ ആൻസർ ഏതാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ്. ഇതാണ് മാർക്ക്, ഇതിന്റെ മാർക്ക് കിട്ടും. അടുത്ത PP5 നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഫൈനൽ ആൻസർ ഇവിടെ ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ഫൈനൽ ആൻസറിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടേ നമ്മുടെ സ്റ്റെപ്പ് 1 എന്താ? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, റീഡ് ചെയ്തു. സ്റ്റെപ്പ് 2 ഏതാ? ഡ്രോ ദ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സ്റ്റെപ്പ് 3 ഏതാ പറയുന്നത്? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് രണ്ടും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 3 ഏതാ? റിമെയിൻ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എഴുതാം. റിമെയിൻ ചെയ്യുന്ന ഐറ്റം നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ 2008 എമൗണ്ട്, 2009 എമൗണ്ട്, 2010 എമൗണ്ട്, ഇത് നിങ്ങൾ മെയിൻ ചെയ്യണോ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ? ഇല്ല. നിങ്ങൾക്ക് 2009 എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? ഈ 3 എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം 3 എമൗണ്ട് ടു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? 7,900. റിഫ്രഷ്മെന്റ്, ഓക്കെ, ഒരു എക്സ്പെൻസ് ആണ്, ഒപ്പം തന്നെ പേയ്മെന്റ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് ആണ്. ഗ്രാൻഡ് ഫ്രം ഗവൺമെന്റ് നമ്മുടെ റിസീപ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ്, റെന്റ് പെയ്ഡ് 450 ഉണ്ട്. അതുപോലെ ഓഫീസ് എക്സ്പെൻസ് എമൗണ്ട് പേയ്മെന്റ് ആണ്. എൻട്രൻസ് ഫീസ് റിസീവ്ഡ് റിസീപ്റ്റ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് തന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് എന്താ മുൻപ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നത്? ബാങ്ക് തരും, എന്നിട്ട് ബാലൻസിങ് ഫിഗർ എന്തായിട്ട് എടുക്കും? ക്യാഷ് ആയിട്ട് എടുക്കും. ഇവിടെ ക്യാഷ് തന്നതുകൊണ്ട് നമ്മൾ അത് എഴുതി വെക്കുന്നു. ഇനി ബാലൻസിങ് ഫിഗർ, ബാലൻസിൽ നിന്ന് ടോട്ടലിൽ നിന്ന് ഓക്കെ 42,000 ടോട്ടൽ ക്യാഷ് നിങ്ങൾക്ക് കിട്ടി. 42,000 നിന്നും ഈ പറയുന്നതൊക്കെ പോയി. ഈ 1,400 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് നിങ്ങളുടെ ബാങ്കിലെ പൈസ. ബാലൻസിങ് ഫിഗർ 31,450. ഇവിടെ തന്ന ആൻസർ കറക്റ്റാണ്. ഓക്കെ.